നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി നൽകിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ധ്യാനിക്കുക. താൻ സ്നേഹിച്ച ജനത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ആ ഏകജാതൻ തൻ്റെ ജീവിതത്തിലൂടെ പിതാവ് എപ്രകാരമാണ് ഈ ജനതയെ സ്നേഹിച്ചിരുന്നതെന്നും എങ്ങനെയാണ് ഈ ജനതയെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നതെന്നും തൻ്റെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രബോധനങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ സുവിശേഷവും ആ ഒരു കഥയാണ് നമ്മോട് പറയുക. ദൈവപുത്രൻ എപ്രകാരമാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തതെന്ന്, നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാൻ ദൈവപുത്രൻ എപ്രകാരമാണ് ഈ ലോകത്തിൽ തൻ്റെ ജീവിതം അത് നമുക്ക് വേണ്ടി സമർപ്പിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവർ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവരോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്ക് അടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. സ്നേഹമുള്ളവരെ, നാം വായിച്ച വചനഭാഗത്ത് യേശുനാഥൻ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമാണ് നാം കാണുക. യേശുനാഥൻ പത്രോസിൻ്റെ ഭവനത്തിൽ നിന്നും പിന്നീട് പോകുന്നത് സിനഗോഗിയിലേക്കാണ്. അവിടെ ജനങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ഇറങ്ങി വരുന്ന വേളയിലാണ് വീണ്ടും അവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. അവിടെ അവരോട് സ്വസ്ഥമായി സംസാരിക്കുവാൻ വേണ്ടിയാണ് ആ കടൽ തീരത്ത് വെച്ച് ആ വള്ളങ്ങളിൽ ഒന്നിൽ കയറിയിരിക്കുവാൻ അവിടുന്ന് തീരുമാനമെടുക്കുക. അത്രയധികം ജനങ്ങളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി അവരുടെ ചുറ്റും തിങ്ങിക്കൂടിയത്. യേശുനാഥൻ ശിമയോനോട് ആ വള്ളം കരയിൽ നിന്നും കുറച്ചുകൂടി അകലേക്ക് മാറ്റിയിടുവാൻ പറയുന്നുണ്ട്. അതിനുശേഷം ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിച്ച് ദാഹിച്ച് കടന്നു വന്ന ആ ജനത്തിന് അവർക്ക് ആവശ്യമായതെല്ലാം പകർന്നു നൽകുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ
ഒത്തിരിയേറെ കാര്യങ്ങളെക്കുറിച്ച് അവൻ സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് എന്താണോ ആവശ്യമെന്ന് തോന്നിയത് അതെല്ലാം അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവപുത്രനായിരുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നും അവൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. ആ ജനങ്ങൾ ദൈവവചനം കേട്ട് സംതൃപ്തരായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശുനാഥൻ അതുവരെ ഇറക്കിയിട്ടും ഒന്നും കിട്ടാതെ വിഷമിച്ചു നിന്ന ശിമിയോനോടും കൂട്ടരോടും വലയിറക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിരോധാഭാസമായിട്ട് തോന്നാം. കാരണം ഒരു തച്ചൻ്റെ മകനാണ് ഒരു മുക്കുവനോട് വലയിറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്. മുക്കുവനെ സംബന്ധിച്ച് മീൻ പിടിക്കുവാൻ പറ്റിയ സ്ഥലം എന്താണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് അതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതനുസരിച്ച് കടലിൽ ഏത് സമയത്താണ് മീൻ കൂടുതലായിട്ട് ലഭിക്കുക, അതനുസരിച്ചാണ് അവർ വള്ളങ്ങൾ ഇറക്കുക. എന്നാൽ ഇവിടെ ശിമിയോനും കൂട്ടർക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നിട്ടും ഒരു മീനിനെ പോലും കിട്ടാതെ വിഷമത്തിൽ തങ്ങൾ കൊണ്ടുവന്ന വലയെല്ലാം കഴുകി വൃത്തിയാക്കുന്ന ഒരു അവസരത്തിലാണ് യേശുനാഥൻ അവരോട് ആ വള്ളം കുറച്ച് അകലേക്ക് മാറ്റിയിടുവാൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായും പത്രോസ് യേശു പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അവൻ്റെ വാക്കുകളുടെ ശക്തി എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അവൻ്റെ ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾ എപ്രകാരമാണ് യേശുവിനെ ശ്രവിക്കുന്നതെന്നും അവരെല്ലാം ആ ദൈവത്തിൻ്റെ വചനം എപ്രകാരമാണ് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഒരു തച്ചൻ്റെ മകനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നറിഞ്ഞിട്ടും ആ വ്യക്തിക്ക് മറ്റെന്തോ പ്രത്യേകതകളുണ്ട്, അവനെന്തോ ദൈവികമായ ഒരു ശക്തി അവരുടെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുക്കുവനായ പത്രോസ് യാതൊരു അഹങ്കാരവും കാണിക്കാതെ തച്ചൻ്റെ മകൻ പറഞ്ഞതനുസരിച്ച് വലയിറക്കുവാൻ തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, ആ തച്ചൻ്റെ മകൻ തനിക്കറിയാവുന്ന ജോലിയിൽ നിന്നും അവനോട് സംസാരിച്ചപ്പോൾ എളിമയോടുകൂടെ കേൾക്കുന്ന പത്രോസിനെയാണ് നമ്മൾ കാണുക. ആ പറയുന്ന വ്യക്തിക്ക് ഈ കടലിനെക്കുറിച്ചും കടലിൻ്റെ ആഴത്തെക്കുറിച്ചും അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും അറിയാത്ത ഒരു വ്യക്തിയാണെന്ന് മുക്കുവനായ പത്രോസിന് ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ആ തച്ചൻ്റെ മകൻ ദൈവികമായ ഒരു ശക്തിയാലാണ് ഇവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത് എന്നൊരു ബോധ്യം തീർച്ചയായും പത്രോസിന് ഇതിനകം തന്നെ വന്നിട്ടുണ്ടായിരിക്കണം. കാരണം തൻ്റെ വള്ളത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനം അവൻ സംസാരിച്ചപ്പോൾ അവിടെ തിങ്ങിക്കൂടിയിരുന്ന ആ ജനങ്ങൾ എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് ആ വചനത്തെ സ്വീകരിക്കുന്നത് എന്ന് അവൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ അവൻ പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കി. അവൻ യേശുവിനോട് പറയുന്നതും ഇപ്രകാരമാണ്: ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. കർത്താവിൻ്റെ വാക്കുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് അവൻ ആ വലയിറക്കുവാൻ തയ്യാറായത്. അല്ലെങ്കിൽ തങ്ങളുടെ അധ്വാനമെല്ലാം വെറുതെ ആയല്ലോ എന്നൊരു വിഷമത്തോടുകൂടെ ആ വലയും കഴുകി വീട്ടിൽ പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. പക്ഷേ ഇവിടെ ഈ വ്യക്തിയുടെ വാക്കുകൾക്ക് എന്തോ ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് അവൻ പറയുകയാണ്: ഗുരു, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാണ്, എന്നിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ അപ്രകാരം ചെയ്യാം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ചപ്പോൾ അവന് ലഭിച്ചത് വലിയൊരു കോളായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം മത്സ്യങ്ങളെയാണ് അവന് കിട്ടിയത്. തൻ്റെ വള്ളത്തിലുള്ളവർക്ക് മാത്രം വലിച്ചു കയറ്റുവാൻ പോലും പറ്റാത്ത വലിപ്പത്തിൽ അവന് മീനുകളെ കിട്ടിയപ്പോൾ അടുത്തുള്ള വള്ളത്തിൽ നിന്നും ആങ്ങി കാണിച്ച് അവരെയെല്ലാം വിളിക്കുന്നുണ്ട്. തങ്ങളെ ഒന്ന് സഹായിക്കുവാൻ അത്രമാത്രം മത്സ്യത്തെയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് തിരിച്ചറിഞ്ഞതിനാൽ
പ്രിയമുള്ളവരെ, ആ ഒരു അവസ്ഥയിലാണ് പത്രോസ് തൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത്. തൻ്റെ അടുത്ത് നിൽക്കുന്നത് വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് ദൈവികമായ ശക്തി അവനിലുണ്ട് എന്ന് ബോധ്യമായപ്പോൾ അവൻ തന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയും അവൻ ഉടൻ തന്നെ യേശുവിൻ്റെ കാൽക്ക് വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, തൻ്റെ അയോഗ്യതയിലേക്ക് ഒന്ന് നോക്കുവാൻ പത്രോസിന് കഴിഞ്ഞതുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് അവൻ ഇപ്രകാരം അപേക്ഷിച്ചത്. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിൻ്റെ ദൈവികത തിരിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും. എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ അരികിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളിലേക്ക് എത്ര പേർ തിരിഞ്ഞു നോക്കാറുണ്ട്? കർത്താവെ, നിൻ്റെ മുമ്പിലായിരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലല്ലോ എന്ന് പറയുവാൻ തക്ക വിധം നമ്മളെ തന്നെ വിലയിരുത്തുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കാറുണ്ട്. അവിടെയാണ് നമ്മൾ പത്രോസിൻ്റെ ആ വലിപ്പം തിരിച്ചറിയുക. ഒരുപക്ഷെ പത്രോസിൻ്റെ തന്നെയാണ് ആ വള്ളമെന്നും, ആ വള്ളത്തിൽ വെച്ച് ഇതുപോലെ ഇത്രയധികം വലിയ മത്സ്യങ്ങളെ ലഭിച്ചു എന്നുമെല്ലാം സുവിശേഷകൻ അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വരാനിരിക്കുന്ന സഭാ നൗകയെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് പത്രോസ് എന്ന് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഇപ്രകാരമെല്ലാം എഴുതിയത്. എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ പത്രോസിൻ്റെ സ്ഥാനത്ത് നാം ഓരോരുത്തരുമായിരുന്നെങ്കിൽ എപ്രകാരമായിരിക്കും പ്രതികരിക്കുക? കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും തിരിച്ചറിയുമ്പോൾ നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മുടെ കുറവുകൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്, അത്രമാത്രം അയോഗ്യത എനിക്കുണ്ട് എന്ന് തിരിച്ചറിയുവാൻ, അത് ഉറക്കെ കർത്താവിൻ്റെ മുമ്പിൽ എടുത്തു പറയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇന്ന് കർത്താവിൻ്റെ കരുണയുടെ ഈ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, പത്രോസ് അവൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞ് കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് ചെയ്തത് അവനെ തൻ്റെ കൂടെ കൂട്ടുക എന്നതാണ്. ഇനി മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് അവൻ കൂട്ടിച്ചേർത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ അയോഗ്യതകളും പരിഗണിക്കാതെ തന്നെയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ ജനത്തോടു കൂടെ ചേർത്തിരിക്കുന്നത്. ശിഷ്യഗണം അവരുടെ അയോഗ്യതകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയെ സമർപ്പിച്ചതുകൊണ്ടാണ് പിന്നീട് അവരുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ അവർക്ക് സാധിച്ചത്. അവരുടെ അയോഗ്യതകളെല്ലാം കർത്താവ് യോഗ്യതകളാക്കി മാറ്റി. കർത്താവ് അവരെ വളർത്തി കർത്താവിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ അവരെ പഠിപ്പിച്ചു. അവൻ്റെ ഓരോ പ്രബോധനങ്ങളും ശിഷ്യന്മാർക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതെല്ലാം കർത്താവ് ചെയ്തത് ദൈവത്തിൻ്റെ രാജ്യം ഈ ലോകം മുഴുവനും വ്യാപിക്കണം, ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തണം, കർത്താവിൻ്റെ സുവിശേഷം ഓരോ ഭവനങ്ങളിലും എത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കർത്താവ് ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെയും ദൗത്യം അത് തന്നെയാണ്. കർത്താവ് നമുക്ക് പകർന്നു നൽകിയ ആ വലിയ കരുണ അനുഭവിച്ചുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുവാനും, നമ്മുടെ അയോഗ്യതകൾ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട പരിഹാരം കാണുവാനും, അതോടൊപ്പം കർത്താവെ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ, അങ്ങയുടെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ കൂടെ കർത്താവുണ്ടാകും. അവൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവേ, എന്നും ഞങ്ങളുടെ അയോഗ്യതകൾ പരിഗണിക്കാതെ തന്നെയാണ് നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ വിളിച്ചിട്ടുള്ളതാണ്. അങ്ങേ ശിഷ്യന്മാർക്ക് എന്ത് ദൗത്യമാണോ അങ്ങ് നൽകിയത്, അതേ ദൗത്യം തന്നെ തുടരേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലൂടെ കർത്താവേ, ആ ദൗത്യം ഇനിയും തുടരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിൻ്റെ വചനം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം.
മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ മുഖം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് പിതാവായ ദൈവത്തെ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരാനാണ്. അവിടുത്തെ സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരാനാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും ആ പിതാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താം. ആ ഒരു കൃപ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും യാചിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,